ഹലോ ഗായ്സ്, ഇത് നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ അറ്റ് സിംഗപ്പൂർ ആണ്. അപ്പോൾ നമ്മളൊന്ന് ഷോപ്പിംഗ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പോകുന്നത് ബൂഗീസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ ഡോളർ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങൾ ഇതുവരെ ബുക്ക് ചെയ്ത ടാക്സി ആക്ച്വലി ഒരു ബ്ലൂ കളറായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര അട്രാക്റ്റീവ് കളറായിട്ട് തോന്നുന്നു, ഒരു യെല്ലോ ആൻഡ് പിങ്ക് കളർ. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഗ്രീനറിയാണ് കേട്ടോ, സൈഡിലെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സിംഗപ്പൂർ ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ വാല്യൂ ഡോളർ ഷോപ്പിലെത്തി. ഇത് ഭയങ്കര ചീപ്പ് ഷോപ്പിംഗ് ആണ്, ചീപ്പായിട്ട് ഇവിടെ എല്ലാം കിട്ടും എന്നാണ് നമ്മൾ അറിഞ്ഞത്, എന്തുവാണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷോപ്സിലെല്ലാം പ്രോഡക്ട്സിൻ്റെ പ്രൈസ് എഴുതി വെച്ചിരിക്കും. പിന്നെ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ കാർഡ് പേയ്മെൻറ്റ്സും ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രം. അങ്ങനെ ഞങ്ങളൊരു ATM പോയി അവിടുന്ന് ഞങ്ങൾ ക്യാഷ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ കുടകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തോന്നി. അപ്പോൾ ഇവിടെ കുടയ്ക്കൊക്കെ ആക്ച്വലി ഭയങ്കര ചീപ്പാണെന്ന് തോന്നുന്നു, ലൈക്ക് $3 ഒക്കെ ഉള്ളൂ. പിന്നെ റെയിൻ കോട്ട്സും ഇരിപ്പുണ്ട്. ഇപ്പോൾ റെയിൻ കോട്ട്സ് ഞങ്ങൾ നോക്കിയപ്പം $1.50, അതായത് നമ്മുടെ നാട്ടിൽ 100 രൂപ താഴെയാണ് ഇവിടെ റെയിൻ കോട്ട്സ് ഒക്കെ എനിക്ക് തോന്നുന്നു. അതൊക്കെ എനിക്ക് കുറച്ച് ഫീസിബിളായിട്ട് തോന്നി. അപ്പോൾ ഇത് നമ്മളുടെ ചിപ്സ്, അതായത് പാക്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനാണ്. പൊട്ടറ്റോ ചിപ്സ്, പല വെറൈറ്റീസാണ്. അതിന് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ലേസിൻ്റെ സെക്ഷനിലും ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ലേസ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ലേസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ജസ്റ്റ് പൊട്ടറ്റോ ചിപ്സിനകത്ത് പല ഫ്ലേവേഴ്സ് വാരി വെതർന്നു എന്നല്ലാതെ ഒരു ഇതുമില്ല. എനിക്കപ്പം അത്ര ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല, ജെനുവിനായിട്ട് പറയുകയാണ്. ഇതൊക്കെ പിന്നെ കുറച്ച് ക്യാൻഡീസാണ്, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് മെൻഡോസ്, അങ്ങനെ കുറച്ച് ക്യാൻഡീസിൻ്റെ കുറച്ച് സെക്ഷനാണ്. ഇത് നമ്മളുടെ ന്യൂട്ടെല്ല, പിന്നെ എനിക്കൊന്ന് പീനട്ട് ബട്ടർ ആണെന്ന് തോന്നുന്നു. ഇതൊന്നും എനിക്ക് അത്ര ഭയങ്കര ചീപ്പായിട്ട് തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിലും വില കുറച്ച് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്ഷനൊന്നും നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം അവിടെ നിന്ന് നിന്നില്ല. പക്ഷേ ജസ്റ്റ് എല്ലാം വീഡിയോയിലൊന്ന് പകർത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ന്യൂഡിൽസിൻ്റെ സെക്ഷൻ. ഓക്കെ, ന്യൂഡിൽസ് ഇവിടെ ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ന്യൂഡിൽസ് ഉണ്ട്. നമ്മുടെ മാഗി ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ 3 ദിവസം കപ്പ് ന്യൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ് ന്യൂഡിൽസ് ഇവിടെ മറ്റേ കൂടുതലും ആൾക്കാർ സീ ഫുഡിൻ്റെ മസാലയൊക്കെ കാണും, അതായത് നമ്മുടെ മസാലയ്ക്കകത്ത് കൊഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷാംപൂസ്, ഹാൻഡ് വാഷ്, അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലൈക്ക് പ്രോഡക്ട്സ് തന്നെയാണ്. ഇപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, അത് അല്ലാതെ എനിക്ക് ഭയങ്കര വൈഡ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നിയില്ല. ഈ സെക്ഷനെല്ലാം നമ്മളുടെ ക്യാൻ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്, ലൈക്ക് കൊക്കക്കോള, അങ്ങനെ കുറേ സ്പ്രൈറ്റ്, അങ്ങനെ കുറേ സെക്ഷൻസ്. പിന്നെ ഇത് വെറ്റ് വൈപ്സ് ആണ്, ഇത് $1 ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഏതാണ്ട് ഈ ഒരു റേറ്റ് ഒക്കെ തന്നെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ കുറച്ച് ചീപ്പായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. 20 പീസ് $1. പിന്നെ ഇത് നമ്മൾ വീണ്ടും ചോക്ലേറ്റിൻ്റെ സെക്ഷൻസിലോട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇത് കണ്ടോ, ഹാക്സ് എന്ന് പറയുന്ന മുട്ട. ഇത് ഞങ്ങൾ മേടിച്ചിട്ട് വന്നു കേട്ടോ നാട്ടിലോട്ട്. ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ബ്ലൂബെറി ടേസ്റ്റ് പ്ലസ് ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ട് കഴിച്ച് കഴിയുമ്പം. പിന്നെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോക്ലേറ്റ്സ് തന്നെയാണ്. ഡയറി മിൽക്ക്, കിറ്റ് കാറ്റ്, എല്ലാം ടോബ്ലറോൺ. ഞങ്ങൾ കുറച്ച് ടോബ്ലറോൺ ആൻഡ് ട്വിക്സ് ഒക്കെ കുറച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ പച്ച കളറും പിങ്ക് കളറും കിറ്റ് കാറ്റാണ്. അത് ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളുടെ അവിടെ നാട്ടിൽ കിട്ടുന്ന മുട്ട തന്നെയാണ്, ബൗണ്ടീസ്. അപ്പം നമ്മൾ ആക്ച്വലി കുറച്ച് സിംഗപ്പൂർ കാണാൻ മാത്രം കിട്ടുന്ന കുറച്ച് ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ടോബ്ലറോൺ, പിന്നെ നമ്മളുടെ ഡയറി മിൽക്ക്, അങ്ങനെ ആ സെക്ഷൻ തന്നെയാണ്. ഇതൊക്കെ ആക്ച്വലി വെറൈറ്റി ആയിരുന്നു, പക്ഷേ എന്തോ എനിക്ക് ഈ പാക്കേജിങ് ഒന്നും അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല. പിന്നെ ഈ മിഠായി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മിഠായിനാണ്. ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, മറ്റേ ട്രഫിൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടുന്ന് ഞാൻ കണ്ട ഒരു വെറൈറ്റി മിഠായിയാണ്. ഇത് ആക്ച്വലി നമ്മളുടെ മറ്റേ പോക്കീസ് ഒക്കെ കണക്കുണ്ട്. ഇത് മറ്റേ സ്റ്റിക്ക് പോലെ ഇരിക്കും, ചോക്ലേറ്റ് സ്റ്റിക്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ചോക്ലേറ്റ്സ് ഒക്കെ. ഇത് വേഫേഴ്സ് ആണ്. ഇതെന്തോ 5 എണ്ണം $2 അങ്ങനെ എന്തോ ആണ്. പിന്നെ ടോബ്ലറോൺ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ നെസ്ലയുടെ ഈ മുട്ടായി എന്ന് പറയുന്നത്, ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് 3 എണ്ണം $1 അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ടോബ്ലറോൺ ഉണ്ട്, ചോക്കോ വേഫേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്നതും നെസ്ലയുടെ ആണ്, അതും 3 എണ്ണം $1. പിന്നെ ഞങ്ങൾ എടുത്തത് ഇത് നട്ട്സിൻ്റെ ഒരു മുട്ടായാണ്, അതും ഭയങ്കര നൈസാണ്. പിന്നെ ഇതിനകത്തൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ പിങ്ക് കളർ കിറ്റ്കാറ്റാണ്. ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി ഞങ്ങൾ കഴിച്ചു. ഇത് നമ്മുടെ ഒരു സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ്. സ്ട്രോബെറിയുടെ ഒരു പുളിപ്പൊക്കെ ഉണ്ട് ഇതിന്, എന്നാലും കൊള്ളാം, നല്ല നൈസ് സാധനമാണ്.
അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് ഈ ചേച്ചിയുടെ അടുത്ത് ബില്ലടിക്കാൻ വന്നിട്ടുണ്ട്. എന്താണോ ആവോ ഈ ചേച്ചിക്ക് വലിയ എക്സ്പ്രഷൻസ് ഒന്നുമില്ല മുഖത്ത്. ഞങ്ങൾ ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും ചേച്ചിയുടെ മുഖത്തൊരു സന്തോഷമോ ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. സബ്സ്ക്രൈബ് ടു ചാനൽ.